റോഡ് ഉദ്ഘാടനത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സണും. നഗരത്തിലെ സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡ് ഉദ്ഘാടനത്തിലാണ് ബിജെപി ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പങ്കെടുത്തത്. രാഹുലിനെ പൊതുപരിപാടിയിൽ പങ്കെടുക്കില്ല എന്നായിരുന്നു ബിജെപിയുടെ നിലപാട്. നഗരസഭയുടെ റോഡായതിനാലാണ് ഉദ്ഘാടനത്തിൽ പങ്കെടുത്തതെന്ന് പ്രമീള ശശിധരൻ പറഞ്ഞു. ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം. ഇക്ബാൽ അറക്കൽ, രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ MLA ഓഫീസിലേക്കടക്കം വലിയ പ്രതിഷേധം പ്രശാന്ത് ശിവനും അതുപോലെ തന്നെ മഹിളാ മോർച്ചയും ഈ നഗരസഭയിലെ ആളുകളും ഒക്കെ ചേർന്ന് നടത്തിയതല്ലേ? അതൊക്കെ മറന്നുപോയോ പ്രമീള ശശിധരൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ? സുജയ, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമ കേസിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് പാലക്കാട് BJP നടത്തിയത്. പ്രത്യേകിച്ചും BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ രാഹുലിനെ പല പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. രാഹുലിനെ ഇത്തരത്തിലൊരു ആരോപണം നേരിടുന്ന ഒരു വ്യക്തിയെ ഈ പരിപാടികളിലൊന്നും പങ്കെടുപ്പിച്ചാൽ നഗരസഭയുടെ ഉദ്ഘാടന പരിപാടികളുടെ ശോഭ കെടുത്തുമെന്നെല്ലാം നേരത്തെ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭ പത്രക്കുറിപ്പ് ഇറക്കി തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ BJP ഭരിക്കുന്ന പാലക്കാട് നഗരസഭയുടെ ചെയർപേഴ്സൺ തന്നെ രാഹുലുമായി ഒരു ഉദ്ഘാടന പരിപാടിയിൽ ഇപ്പോൾ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നഗരസഭയുടെ ചെയർപേഴ്സണായിട്ടുള്ള പ്രമീള ശശിധരനാണ് ഇന്ന് പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് ജില്ലാ ആശുപത്രി ലിങ്ക് റോഡിന്റെ ഉദ്ഘാടന പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം പങ്കെടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്. ഇത് ആദ്യമായാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം കോൺഗ്രസിൽ നിന്നല്ലാത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധി അല്ലെങ്കിൽ നേതാവ് വേദി പങ്കിടുന്നത്. ഏതായാലും ഇത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് വലിയ രാഷ്ട്രീയ ആയുധമാക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ DYFI ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകളും കടക്കുന്നത്. നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ BJPയുടെ ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് കൃത്യമായി പരിശോധനയ്ക്ക് ശേഷം പ്രതികരണം നടത്താമെന്നതാണ് ജില്ലാ നേതൃത്വത്തിന്റെ ഒരു മറുപടി. പ്രമീള ശശിധരൻ പാർട്ടിക്ക് മുന്നിലും കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വരും. കാരണം എന്തുകൊണ്ട് പങ്കെടുത്തു എന്ന ചോദ്യത്തിന്റെ ഉത്തരവുമായി. താങ്ക് യു ഇക്ബാൽ.